യുദ്ധവ്യവസായവും സൂപ്പർ എൽ നീനോയും. 2 ആഴ്ച മുൻപ് നമ്മൾ യൂറോപ്പിലെ കൊടും ചൂടിനെ പറ്റിയും ആളിപ്പടരുന്ന കാട്ടുതീയെപ്പറ്റിയും പറഞ്ഞു. Fuels fast-moving blazes and raises concerns over the growing impact of climate change. In France, hundreds of firefighters, supported by fire engines and water-bombing aircraft, are battling a wildfire near the historic Fontainebleau forest. The country has already seen nearly 32,000 hectares of land destroyed by wildfires this year. കൊടും ചൂടും കാട്ടുതീ പരമ്പരയും 1 മാസത്തോളമായിട്ടും ഇത് രണ്ടിനും ശമനമായില്ല. സ്പെയിനിലും ഫ്രാൻസിലും ഗ്രീസിലും UK-യിലുമെല്ലാം 10,000-കണക്കിന് അഗ്നിശമനക്കാർ രാപ്പകൽ തീയണക്കാൻ ശ്രമിക്കുന്നു. ഇതുവരെ ഫലമുണ്ടായിട്ടില്ല. മനഃപൂർവ്വം കാട്ടിന് തീയിടുന്ന കുറ്റവാളികൾ ഇതിന് പിന്നിലുണ്ടത്രേ. അതേസമയം കാലാവസ്ഥാ മാറ്റമാണ് സ്ഥിതി ഗുരുതരമാക്കുന്നത്. അത്യുഷ്ണം തീ പടർത്തുന്നു. മഴ മാറി നിൽക്കുന്നത് കാരണം തീ അണയാതെ ആളിപ്പടരുന്നു. ഫ്രാൻസ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാലാവസ്ഥാ പ്രതിസന്ധിയുടെ വാർത്തകൾക്ക് ഇന്ന് പഞ്ഞമില്ല. പക്ഷേ അവയ്ക്ക് വേണ്ടത്ര ഗൗരവം ഇപ്പോഴും കിട്ടുന്നില്ലെന്ന് റിച്ചർഡ് ഗിസ്ബർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ചൂടിൻ്റെ വാർത്തയിലും ജലാശയങ്ങളും കുളിയുമാണ് ദൃശ്യങ്ങളായി ചാനലുകൾ കാട്ടുന്നത്. The record-breaking heat waves that have swept through Europe this summer have taken the lives of more than 14,000 people, according to the news outlet Politico. But switch on the news in almost any European country, and you'd hardly get a sense of the emergency from the visuals you see. On profite là de quelques jours pour récupérer en attendant la prochaine vague de chaleur. It's brilliant, it's lovely, you know, I've got a few drinks, a few nibbles. Refreshing drinks, sunbathers, swimmers. The pictures do not convey the severity of the moment Europe finds itself in. യൂറോപ്പിൻ്റെ തണുത്ത കാലാവസ്ഥ പഴങ്കഥയാവുകയാണ്. മധ്യധരണിയാഴി ചൂടുപിടിക്കുന്നു. ഏഷ്യയിൽ, ഇന്ത്യയിലടക്കം അത്യുഷ്ണം പരിചിതമാണ്. കൊടും ചൂടിൻ്റെ റിപ്പോർട്ടിന് പോലും തണുപ്പിൻ്റെ ദൃശ്യങ്ങൾ നൽകുന്ന യൂറോപ്യൻ വാർത്താ സംസ്കാരം ഇവിടെയില്ല. For example, if we look to the Indian subcontinent and how they're reporting on heat waves, we do see people suffering in the heat. Many describing the heat as exhausting and dangerous. Those visuals are really clear there. And we also see pictures of people starting to adapt to extreme temperatures. So both those types of visuals are really important for media coverage. വാർത്തയുടെ അവതരണം അനുസരിച്ചാണ് ആളുകൾ പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുക. യൂറോപ്പ് അക്കാര്യത്തിൽ പിന്നിലാണ്. പക്ഷേ ലോകം മനസ്സിലാക്കാത്ത, മാധ്യമങ്ങൾ ഇപ്പോഴും പറയാത്ത സത്യമാണ് യുദ്ധങ്ങളാണ് കാലാവസ്ഥാ പ്രതിസന്ധിക്ക് മുഖ്യ കാരണം എന്നത്. 2 യുദ്ധവിരുദ്ധ മാധ്യമപ്രവർത്തകർ ഇപ്പോൾ ഒരു വിശദമായ ഡോക്യുമെൻ്ററി തയ്യാറാക്കിയിട്ടുണ്ട്. കാലാവസ്ഥാ പരിഹാരത്തിനുള്ള ഓരോ ശ്രമത്തെയും യുദ്ധവ്യവസായികൾ തകർത്തത് എങ്ങനെ എന്ന് അതിൽ വിവരിക്കുന്നു. I'm sorry about the rain. I'll make this brief. Known as the Kyoto Protocols, it was the first commitment from industrialized nations to reduce their CO2 emissions. This is a very good climate change agreement. But the US lobbied for its military to get a blanket exemption on the grounds of national security. Earth's greatest enemy, ഭൂമിയുടെ മുഖ്യ ശത്രു എന്നാണ് ഡോക്യുമെൻ്ററിയുടെ പേര്. അമേരിക്കൻ സേനയാണ് ഭൂമിയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് ഇതിൽ തെളിയിക്കുന്നു. ജേർണലിസ്റ്റ് ആബി മാർട്ടിനും അവരുടെ ഭർത്താവ് മൈക്ക് പ്രിസ്നറും ചേർന്നാണ് ഡോക്യുമെൻ്ററി തയ്യാറാക്കിയത്. കാലാവസ്ഥാ ചർച്ചകളിൽ നിന്നെല്ലാം യുദ്ധം എന്ന മുഖ്യ കാരണത്തെ മാറ്റി നിർത്തുന്നതിൽ പെൻറ്റഗൺ വിജയിച്ചതെങ്ങനെ എന്ന് ഇതിൽ കാണിക്കുന്നുണ്ട്. According to their latest official numbers, the US military is the single largest consumer of fossil fuels on the planet at 270,000 barrels of oil a day. It would take the average American driver over 40 years to burn as much fuel as a single flight of a Boeing Pegasus. ഭൂമിയിലെങ്ങും എല്ലാ ഭൂഖണ്ഡങ്ങളിലും മിക്ക രാജ്യങ്ങളിലും സൈനിക താവളമുള്ള ഒരേ ഒരു രാജ്യമേ ഉള്ളൂ, അത് അമേരിക്കയാണ്. ആ താവളങ്ങൾ വൻതോതിൽ ഇന്ധനം ഉപയോഗിക്കുന്നു, അന്തരീക്ഷവും മണ്ണും ജലവും മലിനമാക്കുന്നു. The only country which militarily occupies the entire planet, with nearly 1,000 bases spread across almost every continent. ആർക്കും തൊടാൻ പറ്റാത്ത, ഒരു നിയമവും ബാധകമല്ലാത്ത ദുശക്തിയാണ് US military. Military is untouchable. Let me take a look at the picture. They consider themselves above the law. They're filming us. The military being the single largest consumer of fossil fuels on the planet, how can they be given a free pass?
ഈ ഡോക്യുമെൻ്ററി ലോകത്തിൻ്റെ കണ്ണ് തുറപ്പിക്കുമോ? മാധ്യമങ്ങളിൽ അത് ചർച്ചയായി തുടങ്ങിയിട്ടുണ്ട്. ജേർണലിസ്റ്റ് ക്രിസ് ഹെജസ് തൻ്റെ യൂട്യൂബ് ചാനലിൽ ആബി മാർട്ടിനുമായി സംസാരിക്കുന്നു. I think for a lot of us who have been witnessing the ecocidal nature of U.S. imperialism and the destruction that it brings around the world, it's been so obvious for so long that when you destroy landscapes, when you mass murder people, those toxins, the carcinogens that are unleashed from the constant bombing, the pulverization of concrete, this carbon-dense material that we've seen in Gaza, it's so obvious, Chris. ഉത്കണ്ഠപ്പെടുത്തേണ്ട മറ്റൊരു വാർത്ത ഇക്കൊല്ലത്തെ എൽ നീനിയോ പ്രതിഭാസമാണ്. ഇക്കുറി സൂപ്പർ എൽ നീനിയോ ആണത്രേ. It's been called a potential super or Godzilla El Nino, and it could fuel extreme and dangerous weather conditions globally through 2027. അടുത്ത വർഷം ഇതിൻ്റെ പ്രത്യാഘാതം അനുഭവപ്പെടുമെന്ന് മുന്നറിയിപ്പ്. മുൻപ് സൂപ്പർ എൽ നീനോ ഉണ്ടായപ്പോഴെല്ലാം വരൾച്ചയും പ്രളയവുമായി വിവിധ പ്രദേശങ്ങളിൽ വൻ നാശം നേരിട്ടതാണ്. From 1982 to 1983, a superpowered El Nino brought drought to nearly every continent and destructive floods in North and South America. And another from 1997 to 98 caused widespread record rainfalls, mudslides, wildfires, and coral bleaching. So, what can we expect with the strength of the current El Nino continuing to gather over the coming months? യുദ്ധവും സൂപ്പർ എൽ നീനോയും അനുബന്ധ ദുരിതങ്ങളും വരുമ്പോൾ നാം എന്തൊക്കെ പ്രതിരോധ പരിഹാര ശ്രമങ്ങൾ നടത്തുന്നുണ്ട്? സർക്കാരുകൾ എത്ര കണ്ട് തയ്യാറാണ്? മാധ്യമങ്ങൾ എത്രത്തോളം കാര്യത്തിൻ്റെ ഗൗരവം അറിയിക്കുന്നുണ്ട്? അതിൻ്റെ ഉത്തരം ശുഭകരമല്ല ഇപ്പോഴും. ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും media@media1tv.in എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക.